അധികാരികളെ കേട്ടോളൂ, അധികാരികളെ കേട്ടോളൂ, കണ്ണുണ്ടെങ്കിൽ കണ്ടോളൂ. ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ, ബഹുജനങ്ങളെ, ഉദ്യോഗസ്ഥരെ, ഇന്ന് ഈ സമര പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു എന്ന് മുൻകൂർ തന്നെ ഇവരെന്നോട് പറഞ്ഞതാണ്. ഇതിനെയൊക്കെ ഉണ്ടായ സാഹചര്യം ഇവിടെ കൂടിയിരിക്കുന്നവരെ കൂടാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷവും ഇതുപോലെയുള്ള സമരങ്ങളുമായി ഈ സാധാരണക്കാർ മുന്നിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പള്ളിത്തോട് ചാവടി റോഡ് ഉപരോധിക്കുകയും അതിനോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും വിവിധ ആൾക്കാരുടെ പേരിൽ കേസ് വരെ ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് കാലാവസ്ഥ മാറുകയും തുറവൂർ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ഫയർഫോഴ്സിന്റെ മോട്ടറും മറ്റുകളും കൊണ്ടുവന്ന്, അതുകൂടാതെ കർഷക സംഘങ്ങളുടെ മോട്ടറുകൾ വരെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് വെള്ളം വറ്റുകയും സാധാരണ ജീവിതത്തിലേക്ക് അതുങ്ങൾ മടങ്ങുകയും വീണ്ടും കാലവർഷം തുടങ്ങിയപ്പോൾ അവരുടെ വീണ്ടും അവസ്ഥ അത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാരണം ഇവിടെ നെൽകൃഷി ഇല്ലാണ്ടായതാണ്. നെൽകൃഷി അനുബന്ധമായിട്ടുള്ള നെൽകൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികരായിട്ടുള്ളവരും നമ്മുടെ മുൻ MLA-യും കൃഷിമന്ത്രിയുമായിരുന്ന KR ഗൗരിയമ്മ, ബഹുമാനപ്പെട്ട ഗൗരിയമ്മ നമ്മുടെ നാടിനെ സംഭാവന ചെയ്തു പോയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഷട്ടറുകളുണ്ട്. ഇവിടെ പേനാടി ഷട്ടർ ഉണ്ട്, ഇത് ആരും സംസാരിക്കാറില്ല. പേനാടി ഷട്ടർ, ശ്രീനാരായണപുരത്ത് പേനാടി ഷട്ടർ ഉണ്ട്, പുല്ലുവേലി മുട്ടുണ്ട്, കോടംതുരുത്ത് പഞ്ചായത്തിൽ പുല്ലുവേലി മുട്ടുണ്ട്, അതുപോലെ തന്നെ പുറന്തടകൾ, വെല്ലത്തോട് പുറന്തടയുണ്ട്. അതുപോലെ വിവിധ മേഖലകളിലെ ഓരുജലം കയറാതിരിക്കാനുള്ള പുറന്തടകളെല്ലാം ഈ ഓരുജല മത്സ്യകൃഷിക്ക് വേണ്ടി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതുമല്ല, അതിന്റെ ഫലമായി ഈ കൊച്ചി കായലിൽ നിന്നുള്ള ഏറ്റവെള്ളവും കൈതപ്പുഴ കായലിൽ നിന്നുള്ള വെള്ളം വരെ കടന്നു വന്നിട്ടാണ് ഈ സാധാരണക്കാർ താമസിക്കുന്ന മേഖല എപ്പോഴും വെള്ളക്കെട്ടിലാകുന്നത്. ഞാൻ ജനപ്രതിനിധിയായിട്ട് കേവലം 3.5 വർഷമായിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാറി മാറി വരുന്ന കൃഷി ഉദ്യോഗസ്ഥർക്കും വില്ലേജ് ഓഫീസർമാർക്കും ഇത് പഠിക്കാൻ നിസ്സാരമായി സാധിക്കും. അവരുടെ കീഴിൽ നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, നിരവധി ഏജൻസികളുണ്ട്. ഇത് ഞാനൊരു സാധാരണക്കാരൻ നടന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിന്റെ കാര്യങ്ങൾ ധരിപ്പിച്ച് കൃഷിമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനങ്ങൾ കൊടുത്തിട്ടും ഒരു ഏജൻസിയെ പോലും ഏൽപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഇവരുടെ പരാതിയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ എന്റെ മൊഴിയെടുത്തതാണ്. പക്ഷെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ചേർത്തല DYSP ആണ് എന്റെ മൊഴിയെടുത്തത്. മൊഴി പ്രിന്റ് ചെയ്ത് ഇവരുടെ കയ്യിൽ വിവരാശം കൊടുത്തതിന്റെ ഫലമായിട്ട് എന്റെ മൊഴി ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇതുങ്ങൾ ജീവിക്കുന്ന അവസ്ഥ ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്കും ഇവിടെ കൂടിയിരിക്കുന്ന നിയമപാലകർക്കും മനസ്സിലാവും. പക്ഷെ എല്ലാവരും ഇവരുടെ ഡ്യൂട്ടി ചെയ്യാനുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് നീതിയാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാടശേഖരങ്ങൾ ഭൂരിഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവിടെ മുൻ സംസാരിച്ച പോലെ, ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ എന്നെ വർഗീയവാദിയൊക്കെ ആയിട്ട് ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ ഞാൻ പല മേഖലയിലും കൂലിപ്പണിയെടുത്ത് ജീവിച്ചിട്ടുള്ളതാണ്. ഞാൻ നാലുകുളങ്ങരയിലെ ഒരു ഡെക്കറേഷൻ ടീമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്തിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടെ അവർക്ക് ഭയങ്കര ബഹുമാനവും സ്നേഹമായിരുന്നു. ജനപ്രതിനിധിയായിട്ട് ചെല്ലുമ്പോഴും എല്ലാം അതിൻ്റെ ആയിട്ടുള്ള ബഹുമാനവും നമുക്ക് കിട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ അവരുടെ ഉൾപ്പെടെ മനം മാറ്റം വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കാര്യം ആ ഒരു സമുദായമാണ്. ഞാൻ ഇവിടെ തുറന്നു പറയാം, ഈഴവ സമുദായത്തിലെ ഈ മുസ്ലിം സമുദായത്തിലെ ആൾക്കാരാണ് ഈ ചാലുമായിട്ട് ബന്ധപ്പെട്ട് തുറന്നു പറയണത്. ഞാനൊരു ക്രൈസ്തവനാണ്. എന്നിരുന്നാലും എല്ലാ ജാതി മത ബഹുജനങ്ങൾക്കും ഇവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. പക്ഷെ ഈ സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഈ തരത്തിലാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സമുദായത്തിന്റെ നേതൃസ്ഥാനങ്ങളിൽ കയറി ഇരുന്നുണ്ട് ഈ കൊള്ളരുതായ്മ ചെയ്ത് പണസമ്പാദ്യത്തിന് വേണ്ടി മാത്രം. ഇത് പറയുമ്പോൾ ഒരാള് ഇവിടെ കോൺഗ്രസിന്റെ നേതാവായിട്ട് തിരുമല വാസുദേവൻ, നാലുകുളങ്ങര ദേവസ്വത്തിന്റെ പ്രസിഡന്റാണ്. അടുത്ത ആള് ഇവിടെ സിംസൺ, TP സിംസൺ, എന്നെ പഠിപ്പിച്ച അധ്യാപകൻ കൂടെ. അദ്ദേഹം ഇവിടെ കളരിക്കൽ ദേവസ്വത്തിന്റെ അവിടെ അമ്പലത്തിന്റെ പ്രസിഡന്റാണ്. ഇവരൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള അനധികൃതമായ സമ്പാദ്യം നടത്തിയിട്ട് ഉത്സവങ്ങൾക്കും മറ്റൊരു താലപ്പൊലിയ അല്ലെങ്കിൽ ഒരു ഗാനമേള സ്പോൺസർ ചെയ്ത് വല്ല മേലാളന്മാരാവും. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ചിത്രീകരിക്കുന്ന അവര് സമുദായത്തിനെതിരാക്കിക്കൊണ്ടാണ്. പക്ഷെ ഒരാൾ സിംസൺ CPM-ന്റെ MP തണ്ടാരുടെ പാരമ്പര്യമുള്ള ആളാണ്.
തിരുമല വാസുദേവനെ പറയുമ്പോൾ കോൺഗ്രസ്സുകാരനാ. അപ്പൊ ഈ മേൽത്തലത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഇവർക്കുണ്ട്. ഇവരെ വർഷങ്ങളായിട്ട് കാവല് നടത്തിക്കൊണ്ടിരുന്ന BJP-ക്കാരാണ്. ഇവരെല്ലാം കൂടെയാണ് ഈ നാട് ഈ പരുവത്തിലാക്കി വെച്ചേക്കുന്നത്. നമുക്ക് നടക്കണതിനൊരു പരിധിയുണ്ട്. ഞാൻ ഈ വർഷം അങ്ങോട്ട് ഇവരെ ഈ സമരത്തിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്നെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു, മെമ്പർ വല്ല ജോലിക്ക് പോക്കോ, കാര്യം അതുപോലെ കടവാ. ഞാനിപ്പോ ഒരു പെട്രോൾ CNG പമ്പിൽ ഫില്ലിംഗ് മാനായിട്ട് ജോലി ചെയ്യേ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഹേലാപുരത്തേക്ക് ഫയർഫോഴ്സിന്റെ മോട്ടോർ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച മേൽ ഞങ്ങൾ ഉറക്കം നിന്ന് മോട്ടോർ അടിച്ചിട്ട് ഒരു വില്ലേജിലെ ഉദ്യോഗസ്ഥനോ തഹസിൽദാരോ ആരോ ആ പരിസരത്ത് വന്നില്ല. എന്റെ കുടുംബമാണ് പട്ടിണിയായത്. അത് കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അന്ന് മുടക്കിയ ഡീസലിന്റെ പൈസ ഉൾപ്പെടെ പമ്പിൽ കൊടുക്കാൻ സാധിച്ചത്. ഇപ്പൊ കളക്ടറിന്റെ ഒരു ഓർഡർ ഇവിടെ വായിച്ചു. പക്ഷെ ഇതൊന്നും നടപ്പിലാകാതെ പോണത് ഈ പൈസ എന്ന് നേരിട്ടെടുത്ത് കൊടുക്കുവാനോ ഇവർ വിചാരിച്ച എങ്ങൊന്നും കടവും കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മാനുഷികമായിട്ടുള്ള അധ്വാനം വേണം അതിന്റെ പുറത്ത്. ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ എല്ലാവരും കൂടെ കഷ്ടപ്പെട്ടാണ് ആ മോട്ടോർ അവിടെ വെച്ച് പമ്പ് ചെയ്തത്. അതുപോലെ ജെയിംസ് മോട്ടർ പമ്പ് ചെയ്തതിന്റെ പൈസ ഈ വർഷമാണ് കൊടുത്തത്. കഴിഞ്ഞ വർഷം പമ്പ് ചെയ്തതിന്റെ മോട്ടറിന്റെ പൈസ, അയാളുടെ വേലക്കൂലിയും കറണ്ട് ചാർജും എല്ലാം ഈ വർഷമാണ് ഈ നിയമത്തിന്റെ നൂലാമാലയിൽപ്പെട്ട് ഈ വർഷമാണ് കൊടുക്കാൻ സാധിച്ചത്. കാര്യം പഞ്ചായത്തിന് ചെയ്യാനായിട്ട് ഒരു പരിധിയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാം. ഈ വേറൊരു കാര്യം, ഇവിടെ തുറവൂർ കർഷക സംഘം 900 ഏക്കർ പറഞ്ഞു, 600 സംതിങ് ഏക്കറെ കൃഷിഭൂമിയായിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗവും വസ്തുവിന്റെ ഉടമകളില്ലാതെ രേഖകളില്ലാതെ കിടക്കുന്ന ഭൂമിയാണ്. ഇവരെ ഒരു കർഷക സംഘം എന്നും പറഞ്ഞ് കുറച്ചു പേര് ഇതിന്റെ തലപ്പത്ത് കയറിയിരുന്നുണ്ട്. ഇവര് കളക്ടറേറ്റ് വരികയും വിവിധങ്ങളായ യോഗങ്ങളിൽ വന്ന് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാര്യം ഇവിടെ സമരസമിതിക്കാരെ അവരെ കർഷക സംഘങ്ങൾക്ക് കിട്ടുന്ന ആദായം ഇല്ലാണ്ടാക്കിയാണെന്നും അവർക്ക് പാവപ്പെട്ട കർഷകർക്ക് ഈ പാടശേഖരത്തിൽ നിന്ന് കിട്ടുന്ന മത്സ്യാദായം തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷേ ഈ പാടശേഖരത്തിലുള്ള വസ്തു ഉടമകൾക്ക് 1 രൂപ കൊടുത്തിട്ട് ഇപ്പൊ വർഷങ്ങളായി ഇവർ തന്നെ ഇത് വീതിച്ചെടുക്കുകയാണ്. ഈ ഓഹരിയായിട്ട് കിട്ടുന്നതെല്ലാം വീതിച്ചെടുക്കുകയും നന്നായി കിട്ടുന്ന പൈസയിൽ നിന്ന് ഈ മോട്ടോറുകൾ റിപ്പയർ ചെയ്യുകയും കറണ്ട് ചാർജ് അടയ്ക്കുകയും പുറം ഫണ്ട് ബലപ്പെടുത്തുകയും ചെയ്ത ഈ സാധാരണക്കാർ ഈ സമരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഇവര് ഇത് മനഃപൂർവ്വമായിട്ട്, കാര്യം അവർക്ക് ഈ പുറം ഫണ്ട് തുറന്ന് പുറത്തുനിന്ന് ഉപ്പുവെള്ളം കയറ്റി കഴിഞ്ഞാൽ അവർക്ക് പഴയ പോലെ ഇവിടെ ഉപ്പുവെള്ളത്തിലെ ഓരോ മത്സ്യകൃഷി അവർക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവർ മോട്ടോറുകൾ റിപ്പയർ ചെയ്യാതെ ഇട്ടേക്കുകയും പുറം ഫണ്ടുകൾ ബലപ്പെടുത്താതെ ഇട്ടുകയും ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം, ഉദ്യോഗസ്ഥർക്കും അറിയാം ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന്. പക്ഷെ ഇതൊന്നും സാധ്യമാകുന്നില്ല. ഇവർ പറയുന്ന പോലെ ഇത് ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറക്കണമെങ്കിൽ സമരപരിപാടികളായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എനിക്കും പറയാനുള്ളത്. കാര്യം നമുക്കൊരു പരിധിയുണ്ട്. ഓഫീസുകളിലും കൊടുക്കാനുള്ള നിവേദനങ്ങളും ഈ പറഞ്ഞ ഷട്ടറുകളുടെ എല്ലാം ഫോട്ടോ എടുത്ത് ഫയലാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാം, അതിൻ്റെ ആയിട്ടുള്ള നടപടികൾ എടുക്കാം, ഒന്നും എടുക്കുന്നില്ല. ഈ ഒരു വിഷയം നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു നെല്ലും ഒരു മീനും പറയുന്നു. നെല്ല് ഇവരെ ലാഭകരമല്ലെന്നാണ് കർഷക സംഘങ്ങൾ പറയുന്നത്. ലാഭകരമല്ലാത്തതിന്റെ കാര്യം ഇവിടുത്തെ കൊയ്യാൻ ആളെ കിട്ടുന്നില്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാ. പക്ഷെ നെല്ല് ചെയ്യാൻ താല്പര്യമില്ലാത്ത കർഷക സംഘം മത്സ്യകൃഷി ചെയ്യേണ്ടെന്ന് ഉള്ള നടപടികളിലേക്ക് വന്നപ്പോൾ ഇവര് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള മത്സ്യം പിടിച്ച് നമ്മ സമരസമിതി ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത മേഡം എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ നെല്ല് ചെയ്തില്ലെങ്കിൽ മത്സ്യകൃഷി അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അവർ നിസ്സാരമായിട്ട് ഈ പറഞ്ഞ കർഷക സംഘങ്ങൾ പറയും, ഞങ്ങൾ മത്സ്യകൃഷി ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് മത്സ്യകൃഷി ചെയ്യാനും താല്പര്യമില്ല, കോൺട്രാക്ടർമാർ ആർക്കും കൊടുക്കുന്നില്ല, അവിടെ കിടന്നോട്ടെ. പക്ഷേ ഞങ്ങളുടെ ഭൂമിയിൽ പ്രകൃതിദത്തമായിട്ടുണ്ടാവുന്ന മത്സ്യം പിടിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കളക്ടർ ഉൾപ്പെടെ മൗനം ദീക്ഷിക്കുകയാണ്. പക്ഷേ ഈ പിടിച്ചെടുക്കുന്ന മത്സ്യത്തിന്റെ ആദായം കൊണ്ടുപോകുമ്പോൾ അവരുടെ ഭൂമിയാണെങ്കിൽ അവരുടെ ഭൂമിയിൽ വരമ്പുകളിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ഈ കർഷക സംഘ ഉടമകൾക്കുണ്ട്. അതിലെ 3-4 പേരല്ല, പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ കുറച്ചു പേരെ ഉണ്ടാക്കി അവരെ എടുത്തിട്ടും ബാക്കി അവരെ അനുവാദം പോലും കൂടാതെ ഈ തുറവൂർ കർഷക സംഘത്തെ സംബന്ധിച്ചോളം അതിലെ ഭൂ ഉടമകളായിട്ടുള്ളവരുടെ പേര് ഇവരുടെ അനുവാദം കൂടെ ഇല്ലാതെയാണ് ഈ സംഘത്തിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി ഇന്ന സംഘം രൂപീകരിച്ചെന്നും പറഞ്ഞ് കമ്മിറ്റി അംഗങ്ങളായിട്ട്
കൃഷി ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. കാര്യം അവർക്ക് ലേബറിലെ ഒരു കർഷക സംഘം മതി. അവർക്ക് കിട്ടുന്ന ആദായം കൊണ്ടുപോകണമെന്നല്ലാതെ ഈ സാധാരണക്കാരുടെ വിഷയം ചിന്തിക്കുന്ന പോലുമില്ല. കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇതിന്റെ തലപ്പത്തിരിക്കുന്നതെല്ലാം ഇതര സമുദായക്കാരും ഈ ഫലം അനുഭവിക്കുന്നത് ഇവരുമാണ്. അപ്പൊ ഇതിന്റെ വ്യവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ടുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകില്ലെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ തുറവൂർ കർഷക സംഘത്തിന്റെ കീഴിലുള്ള വസ്തുവകകളുടെ രേഖകൾ പരിശോധിക്കാൻ തയ്യാറാകണം. കാര്യം എനിക്ക് കിട്ടിയിട്ടുള്ള അറിവനുസരിച്ച് സന്തോഷ് മാധവനെ പോലെയുള്ള, അദ്ദേഹം മരണപ്പെട്ടു, എന്നിരുന്നാലും അദ്ദേഹത്തിനെ പോലെയുള്ളവർ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഈ കർഷക സംഘത്തിന്റെ ഉള്ള 1 ഏക്കറും 2 ഏക്കറുമായിട്ടുള്ള ഭൂമികൾക്ക് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് പലരുടെയും ഭൂമി കൈവശമാക്കുവാൻ അതിന്റെ പ്രമാണം ഈ പറഞ്ഞ കർഷക സംഘം സെക്രട്ടറി, മുൻ കർഷക സംഘം സെക്രട്ടറിയുടെ കയ്യിലും പ്രസിഡന്റ് കയ്യിലൊക്കെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭൂരിഭാഗം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമകളായിട്ടുള്ളവർ ഇതിന്റെ ആയിട്ടുള്ള ഒരു കാര്യം തിരക്കണമില്ല, അവർക്ക് ഇതിന്റെ ആയിട്ടുള്ള ഒരു ആദായം കിട്ടുന്നുമില്ല, ജനങ്ങൾക്ക് സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതി പണം അടക്കുന്നുമില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ സംഘങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിന്റെ വസ്തുത ഇതാണ്. കാര്യം ഇതിലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഭാഗമായി ഈ ഭൂമി ഉടമകളിൽ നിന്ന് ഇത് കൈവശപ്പെടുത്തുകയും, പക്ഷേ അത് കഴിഞ്ഞ് കുബേര അത് ഇതൊക്കെ വന്ന് നിയമ തടസ്സങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ആർക്കും പ്രമാണം ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല. വസ്തു ഉടമകളെല്ലാം പഴയ ആരുടെ കയ്യിലായിരുന്നു അവർ തന്നെയാണെങ്കിലും അവർ അഡ്വാൻസ് മേടിച്ചുകൊണ്ട് ആരും ഈ വസ്തുവിനെ കുറിച്ച് തിരക്കുകയോ ഇതിന് കരമടക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ കർഷക സംഘത്തിലേക്ക് ആരും ഈ പറയണ ഈ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന ഭരണസമിതി അല്ലാതെ, കർഷക സംഘം ഭരണസമിതി അല്ലാതെ വസ്തുവിന്റെ ഭൂ ഉടമകൾ ആരും, പേരിന് പറയാവുന്ന കുറച്ച് സ്ത്രീജനങ്ങളല്ലാതെ ആരും ഇതിന്റെ മത്സ്യാദായം ചോദിച്ചു പോലും വരാറില്ല. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഈ കൈയടക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോണതുകൊണ്ടാണ് ഈ കൊള്ള മൊത്തവും ഇവർ നടത്തുന്നത്. അതിന് ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നമ്മൾ പറയുന്നു, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP എല്ലാം പറയുന്നു. പക്ഷേ ഈ പ്രസ്ഥാനങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിന്റെ എല്ലാം ലേബലിൽ കുറച്ച് പേര് ഇരുന്നുകൊണ്ട് ഇതിന്റെ ആദായം കൊണ്ടുപോകുന്നതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ജനങ്ങളുടെ വോട്ടാണ് വേണ്ടത്. ആ വോട്ട് കൃത്യമായി കിട്ടുന്നെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഇതിന്റെ വസ്തുത മനസ്സിലാക്കി ഈ സാധാരണ ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.